ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്നോട് കുറച്ച് ദിവസം മുന്നേ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബസാറിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മുദ്ദയും ബസാറുമാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കർണാടക ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറൊക്കെ ചേർത്തിട്ടുള്ള മുദ്ദയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ബസാർ ഉണ്ടാക്കിയേക്കുന്നത് മുതിരയും ചീരയൊക്കെ ചേർത്തിട്ടാണ്. ഇനിയിപ്പോൾ മുതിര ചീരയൊക്കെ വേണമെന്നൊന്നുമില്ല, മുതിര മാത്രം ഉണ്ടെങ്കിലും മതി. അപ്പോൾ അത് വേവിക്കുന്ന വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ബസാർ. അത്രയേ ഉള്ളൂ. നമുക്കിത് ചീര കൊണ്ട് മാത്രമായിട്ടും ചെയ്യാൻ പറ്റിയ കറി. പക്ഷെ ഞാനിന്ന് രണ്ടും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് വേവിച്ച് വെച്ചേക്കുന്ന മുതിരയും ചീരയും ചേർത്തിട്ട് ഒരു തോരനും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് റാഗി മുദ്ദയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിവിടെ ഈ കപ്പിലാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് എടുത്തേക്കുന്നത്. ഇതേ കപ്പിലാണ് വെള്ളവും റാഗി ഫ്ലോറും എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അളവ് കറക്റ്റ് ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കപ്പ് ചോറ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് തലേദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പച്ചരിച്ചോറാണ് എടുത്തേക്കുന്നത്. വേറെ അരി വെച്ച് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഈ പച്ചരിച്ചോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ശരിക്കും ചോറ് ചേർക്കാതെ വെറും റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന റാഗി മുദ്ദയാണ് കേട്ടോ ഇഷ്ടം. വളരെ വളരെ റെയറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ ഒരു കപ്പ് ചോറിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എക്സാക്ട് 2 കപ്പ് വെള്ളം ചേർത്തു. പിന്നെ 1 കപ്പ് റാഗി ഫ്ലോർ ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ റാഗിപ്പൊടി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പ് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. എന്നിട്ട് റാഗിപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ശരിക്കും ഉപ്പ് ചേർക്കാറില്ല. അത് ഭയങ്കര പ്ലെയിൻ ഫുഡാണ് കേട്ടോ. അതായത് എരിവോ ഉപ്പോ ഒന്നും ഇല്ലാത്ത ഒരു ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംബോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന കറി നന്നായിട്ടുണ്ടെങ്കിൽ റാഗി മുദ്ദ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഉപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വിടണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് റാഗിപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് റാഗിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ഉടനെ ഇളക്കാനേ പാടില്ല. അതങ്ങനെ തന്നെ വിടണേ. കുറച്ച് നേരം അതെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, അതുവരെ അങ്ങനെ തന്നെ വിടുക. നമ്മൾ തൊടാനേ പാടില്ല. എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ചക്കയൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നൊരു കമ്പ് വരുമല്ലോ, അതുണ്ടെങ്കിൽ നല്ലത്. അതുണ്ടെങ്കിൽ അത് വെച്ച് കുഴയ്ക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി ഉരുട്ടുന്ന റോളർ ഉണ്ടല്ലോ, അതും വെച്ചും ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു തവിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. അതുകൊണ്ട് നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എപ്പോഴും സ്റ്റൗ സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ. പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിമ്മിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിലും ഇത് സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒട്ടും തീ കൂട്ടണ്ട. ഇതായിപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഓഫ് ചെയ്തിട്ടില്ല. അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് അടച്ച് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടോ, ഇനി ഒന്നും ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താലും മതി. ഈസിയാണ് ഉരുട്ടാനായിട്ട്. ചെറിയ ചൂടോടുകൂടി വേണം ചെയ്യാനായിട്ട്. കൈ ഒന്ന് നനച്ചാൽ മതി. കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ വെറ്റ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അതും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ചോറ് ചേർക്കുന്ന സമയത്ത് ഷേപ്പാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ റാഗിപ്പൊടി പോലല്ല. ചോറ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതായിപ്പോൾ നന്നായിട്ട് ഉരുട്ടി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന പൊടിക്ക് മീഡിയം സൈസിലുള്ള 3 റാഗി ബോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൈ ഒട്ടി പിടിക്കാതിരിക്കുകയും ചെയ്യും. അതിന് പകരം വെള്ളം മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, നെയ്യൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നെയ്യൊക്കെ ചേർത്തിട്ട്. പിന്നെ അതേപോലെ പൊടി മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റാഗി മുദ്ദ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ കൂടെ 2 കോംബോ കറികളും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റാഗി ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് പറ്റിയൊരു കോംബോ ആണ് ബസാറു. അൾട്ടിമേറ്റ് കോംബോ ആണ് കേട്ടോ. ചിക്കൻ കറി അല്ലാതെ നമ്മൾ വെജിറ്റേറിയൻസിന് പറ്റിയൊരു കോംബോ ആണ് ബസാറു. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ടില്ല. കഴുകാതെ തന്നെ ആദ്യം ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സമയം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കണം. ഞാനൊരു 3-4 വെള്ളത്തിലെങ്കിലും ഒന്ന് കഴുകിയതിന് ശേഷം ഇപ്പം കുക്കറിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പോവാണ്.
നമുക്കിതിനകത്ത് ചീര ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ചീരയും കൂടി ചേർത്തതിന് ശേഷം ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർത്തേക്കുന്ന ചീര എന്ന് പറയുന്നത് അരുവി സപ്പു എന്ന് പറയും. നമുക്കിത് മലയാളത്തിൽ എനിക്കൊന്ന് അമറാന്തസ് ആയിരിക്കും, നോർമൽ അമറാന്തസ് തന്നെ ആയിരിക്കും. അപ്പോൾ മലയാളത്തിൽ എനിക്കറിയില്ല എന്താ പേരെന്ന്, പക്ഷേ ഇവിടെ അരുവേ സപ്പു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ചീര തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് പകരം ഏത് ചീര വേണമെങ്കിലും ഇടാം, പക്ഷേ പാലൊക്കെ ഇടാൻ പാടില്ല. അതെല്ലാം നിങ്ങൾ വെറും ചീര മാത്രം ഉപയോഗിച്ച് ബസാർ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ചീരയും മിക്സ് ചെയ്തിട്ട് ഇടാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഓൾറെഡി മുതിര ചേർക്കുന്നതുകൊണ്ട് ഈ ചീര മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീര വേണ്ടെന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, വെറും മുതിര മാത്രം വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ 3 വിസിൽ കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെട്ട് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഭയങ്കര ചെറുതായിട്ടൊന്നുമല്ല കട്ട് ചെയ്തെടുത്തേക്കുന്നത്, ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കറിക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ, തീരെ അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, ചീരയും നല്ല വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം മാത്രമായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെക്കണേ. നമ്മൾ ഈ മുതിര ബാക്കി തോരന് വേണ്ടിയിട്ടും വെള്ളമാണ് കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ ഇത് വേവിച്ച വെള്ളം എത്രത്തോളം നല്ലതാണ് നമ്മുടെ ഹെൽത്തിൽ നിന്ന്. ഇതെന്നല്ല, പരിപ്പ് ഒക്കെ വേവിച്ച വെള്ളം എത്രത്തോളം നല്ലതല്ലേ. അപ്പോൾ ആ വേവിക്കുന്ന വെള്ളം വെച്ചിട്ട് നമുക്ക് കറികളും രസവും ഒക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയും ആയിരിക്കും, അതേപോലെ അത്രയും ബെനിഫിറ്റ്സും ഉണ്ടാവും രസത്തിനായാലും കറിക്കൊക്കെ ആയാലും. അങ്ങനെ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ അരപ്പ് റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ, അതായത് ഒരു ഹോൾ വെളുത്തുള്ളി ഇല്ലേ, അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു വെളുത്തുള്ളി കംപ്ലീറ്റ്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി, അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന, നമ്മൾ വേവിച്ചേക്കുന്ന ആ മുതിരയും ചീരയൊക്കെ ഇല്ലേ, അത് ഏകദേശം ഒരു 1.5 തവിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കണം, എന്നാലേ കറിക്ക് ഒരു കൊഴുപ്പ് വരുത്തുള്ളൂ കേട്ടോ. കാരണം കറി ഇപ്പോൾ വെള്ളം പോലല്ലേ ഇരിക്കുന്നത്, അതൊന്ന് കൊഴുപ്പ് വരാനായിട്ട് നമ്മൾ ഈ വേവിക്കുന്ന ചീരയായാലും മുതിരയായാലും എന്താണെങ്കിലും കുഴപ്പമില്ല, അതൊരു കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 തവിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഇതുപോലെ പീസായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ചേക്കുന്ന വെള്ളമില്ലേ, നമ്മുടെ ഈ മുതിര വേവിച്ചേക്കുന്ന വെള്ളം, അതൊരു തവിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ചേർക്കണം, ഞാൻ വേറെ വെള്ളം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ വേവിക്കുന്ന വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് ചെറുതായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നീറ്റായിട്ടൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് നല്ലതുപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് അരിഞ്ഞു കിട്ടി. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ കറി നല്ല വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം കട്ടിയായിട്ടും ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് ആ മസാലയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അരച്ചേക്കുന്ന ജാറൊക്കെ ഒന്ന് കഴുകി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടെ. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തത്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇത് മാറ്റിയിട്ട് നമുക്ക് കടുക് വറുത്തൊഴിച്ചാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. നല്ല മണവും ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഇതിന്. കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോംബോ ആണ് കേട്ടോ. അങ്ങനെ ഇതാ കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, കരിവേപ്പില ചേർത്ത് കൊടുത്തു. അത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബസ്സാറു റെഡിയാണ്.
ഞാൻ പറഞ്ഞ പോലെ മുതിര മാത്രം വെച്ച് ചെയ്യാൻ പറ്റും, അതല്ല മുതിര ഇല്ലാന്നുണ്ടെങ്കിൽ ചീര കൊണ്ടും ചെയ്യാൻ പറ്റും. എല്ലാ ചീര മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലക്ക് മാത്രം ഈ കറിക്ക് ചേർക്കത്തില്ല, ബാക്കി ഏത് ചീര വേണമെങ്കിലും ചേർക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ബസ്സാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ്. ഇനി അടുത്തായിട്ട് തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുതിരയും പിന്നെ ചീരയും ചേർത്തിട്ടുള്ള തോരൻ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ സൈസിലുള്ള പകുതി ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും ചീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ബസാർ ഉണ്ടാക്കുകയാണെങ്കിൽ ബാക്കി ഐറ്റം വെച്ചിട്ട് നമ്മൾ എന്തായാലും തോരൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓവറായിട്ട് വെന്ത് പോകണ്ട കേട്ടോ. കുക്കറിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ ഒരു പരുവം കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുത്തു, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. തേങ്ങ നമുക്ക് എത്ര കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇനി തേങ്ങ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ഹെൽത്തി ആയിട്ട് വേണം, തേങ്ങ ഒട്ടും ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. തേങ്ങ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, തേങ്ങ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി രുചി കൂടും, അത്രയേ ഉള്ളൂ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ നമ്മൾ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടായി കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം എരിവൊക്കെ വേണമല്ലോ കഴിക്കുമ്പോൾ, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടി ചേർത്തില്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡിയാണ്. ഭയങ്കര ഹെൽത്തിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കോംബോ ആണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് കറിയുമായി തോരനുമായി. അത് ചോറിനൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, മുദ്ദയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു മുദ്ദ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് ചുറ്റും നമ്മുടെ ബസാർ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തോരനും വെച്ച് കുറച്ച് മാത്രം കറി നമ്മൾ മുദ്ദയുടെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്യണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറച്ച് മാത്രം കറി ഒന്ന് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ആ ഒരു നമ്മൾ കഴിക്കുന്ന മുദ്ദയുടെ ആ ഒരു ഫിനിഷിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സാധാരണ നമ്മൾ ഹോട്ടലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് കാത്തിരിക്കാൻ വയ്യ, ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പലർക്കും ഇത് അറിയില്ല എന്ന് വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. സാധാരണ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഈ ചോറൊന്നും ചേർക്കാത്ത മുദ്ദയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ചോറ് ചേർത്ത എന്താണെന്നറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവത്തില്ല. പിന്നെ ചോറ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുദ്ദ കഴിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള മുദ്ദയാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ചോറ് ചേർക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചവച്ചാലും കുഴപ്പമൊന്നുമില്ല, എവിടെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പ്ലെയിൻ മുദ്ദയാണെങ്കിൽ നമുക്ക് ചവയ്ക്കേണ്ട ആവശ്യമില്ല, വിഴുങ്ങണം, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇതിപ്പം എന്താ പറയുക, മുദ്ദയുടെ കൂടെ അതിന് ചേർന്ന് പോകുന്നൊരു കറിയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ്. നോൺ വെജ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വെജിറ്റബിൾ ആയാലും മതി. ഇങ്ങനത്തെ കറികളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡും കൂടിയാണ് റാഗി മുദ്ദ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ടാറ്റാ.